എല്ലാവർക്കും നമസ്തേ. അടുത്ത സമയത്ത് ഡൽഹിയിൽ നടന്ന പാറ്റകളുടെ തെമ്മാടിത്ത സമരം, രാജ്യവിരുദ്ധ സമരം, സാമൂഹ്യവിരുദ്ധ സമരം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സമരാഭാസം നടന്നിരുന്നു. അതിൽ അവരെ പോലീസ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് പേര് സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് പോയിരുന്നു. ആ ഹർജിക്ക് അനുസരിച്ച് ഇന്നലെ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ ഹർജിയുമായിട്ട് പോയ പ്രാവശ്യം അവിടെ ഈ അക്രമം കാണിച്ചവർക്കെതിരെ, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ, പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയവർക്കെതിരെ ഒരു നടപടിയും എടുക്കരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം. നടപടിയെടുത്തതെല്ലാം FIR രജിസ്റ്റർ ചെയ്തെല്ലാം പിൻവലിക്കണം എന്നും അവരാവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ ഇടക്കാല ഉത്തരവ് വന്നു. ആ ഇടക്കാല ഉത്തരവിൽ അത് പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് എതിരെ എടുത്ത നടപടികൾ, അതും ആ വിദ്യാർത്ഥികൾ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരല്ല എങ്കിൽ, അവരുടെ പേരിൽ ക്രിമിനൽ കേസുകളൊന്നുമില്ല എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കരുതെന്നും, മറ്റുള്ള അക്രമങ്ങൾ അത് പോലീസുകാർ നടത്തിയ പോലീസ് നടപടിയും പോലീസുകാരെ അതിക്രൂരമായാണ് ഇവർ ആക്രമിച്ചത്. അങ്ങനെയാണ് അവിടെ ഇവർ ഈ അക്രമത്തിന് തുടക്കമിട്ടത്. ഇവർ പോലീസുകാരെ ആക്രമിച്ച് പ്രകോപനമുണ്ടാക്കി പോലീസുകാരെ തിരിച്ചടിച്ചു. ഗതികെട്ടപ്പോൾ പോലീസ് തിരിച്ചടിച്ചു. അങ്ങനെ നടന്ന ആ ആക്ഷനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കും. അന്വേഷണം ഒരു ജഡ്ജിയെ കണ്ടു വെച്ചിട്ട് അന്വേഷണം നടത്തുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു അല്ലാതെ ഇവരെ വെറുതെ വിടണം, ഇവരുടെ പേരുള്ള കേസുകളെല്ലാം പിൻവലിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിട്ടില്ല. ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചാനലുണ്ട് മലയാളത്തിലെ, ഈ രാജ്യവിരുദ്ധ വാർത്തകൾ കൊടുക്കുന്ന ഈ ചാനലുകളിൽപ്പെട്ട ഒന്നാണ്. അതിനകത്ത് കിടന്ന് ചാടി തുള്ളിയാണല്ലോ അതിനകത്തിലെ അവതാരകരൊക്കെ കിടന്ന് അട്ടഹസിക്കുന്നത് പ്രധാനമന്ത്രിക്കുമൊക്കെ എതിരെ. നമ്മുടെ മൊട്ടയരോണിൻ്റെ നേതൃത്വത്തിൽ ആ ചാനൽ പറഞ്ഞിരിക്കുന്നു, ഈ സമരക്കാർക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടെന്ന്. ഇത് കണ്ടപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം വലിയ അക്രമം കാണിച്ചിട്ട് അവർക്കെതിരെ നടപടിയെടുക്കരുതെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. അതൊരു അനീതിയാണല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴും എൻ്റെ മനസ്സിൽ വേറൊരു ചിന്തയുണ്ടായി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറേ ആൾക്കാരെ അങ്ങോട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതേപോലെ അവിടെ പോയി സമരം ചെയ്തിട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ പോയി സമരം ചെയ്താൽ പോലും ഈ കോടതി എന്തായിരിക്കും പ്രതികരണം എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. അപ്പം ഈ പാറ്റകൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നിന്നിട്ട്, എന്നുവെച്ചാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശമാണല്ലോ പാർട്ടി ഉണ്ടാകാൻ കാരണം. അപ്പം അവിടെ ചെന്ന് ഇവർ ഇങ്ങനെ ഒരു സമരം അക്രമം നടത്തിയാൽ ഇറങ്ങി വരുന്ന വക്കീലന്മാരെ ഉപദ്രവിക്കുക, ജഡ്ജിമാരെ സുപ്രീം കോടതിയിൽ നിന്ന് അവർ വരികയും പോവുകയും ചെയ്യുന്ന സമയത്ത് അവരെ ആക്രമിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്കെതിരെ നടപടിയൊന്നും എടുക്കരുതെന്ന് ഈ കോടതി ഉത്തരവിടുവോ എന്നൊക്കെ ഞാൻ സംശയിച്ചു പോയി. ഇതെന്തോ പോക്കാണ് ഈ രാജ്യത്തിൻ്റെ പോക്കെന്നൊക്കെ വിചാരിച്ച് ഇരുന്നു ഈ റിപ്പോർട്ടറിലെ വാർത്ത കണ്ടപ്പോൾ. പിന്നീട് വിശദമായിട്ട് നോക്കിയപ്പോഴാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്, ഇടക്കാല ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ക്രിമിനൽ കേസുകളില്ല എന്നുണ്ടെങ്കിൽ മറ്റ് കേസുകൾ പിൻവലിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ആണെന്നുള്ളത് പിന്നീട് മനസ്സിലായി. ഇപ്പോൾ ഈ പാറ്റകളിപ്പോൾ പറയുന്നത് എന്താണ്? ആ തെമ്മാടിക്കൂട്ടം പറയുന്നത് എന്താണ്? ആ തെമ്മാടികളുടെ നേതാവ് ഒരു സൗരവ് ദാസോ, അന്ന് കണ്ടല്ലോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൻ്റെ അന്ന് ഇവന്മാർ ആഘോഷിച്ചത്, ഏതോ 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് ആഘോഷിച്ച തെമ്മാടിത്തരം നമ്മളെല്ലാം കണ്ടതാണ്, വീഡിയോ കണ്ടതാണ്. ആ തെമ്മാടി നേതാവ് പറയുന്നു ഈ സുപ്രീം കോടതി വിധി അവർ അംഗീകരിക്കത്തില്ല എന്ന്. അക്രമികളെ എല്ലാം കേസെല്ലാം പിൻവലിച്ച്, അതായത് അവിടെ എന്തുമാത്രം അക്രമം നടത്തി, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി, ഇവരുടെ എല്ലാം പേരിലുള്ള
കേസുകൾ പിൻവലിക്കണം എന്നാണ് അവൻ പറയുന്നത്. ആരാ? ഈ സൗരവ് ദാസ്. അതുകൊണ്ട് സുപ്രീം കോടതി വിധി അവരംഗീകരിക്കുന്നില്ല. കേസ് അങ്ങനെ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരടുത്ത ലഹളയുമായി ഇറങ്ങുമെന്നാണ് അവൻ്റെ പ്രഖ്യാപനം. സത്യത്തിൽ ഇത് കേന്ദ്ര സർക്കാർ എന്തു ഭാവിച്ചാണ് ഇവനെയൊക്കെ പേര് നടപടിയെടുക്കാതെ ഇവനൊക്കെ പറയുന്നതനുസരിച്ച് തുള്ളാൻ നിൽക്കുന്നത്? ഇവനൊക്കെ FIR-ൻ്റെ കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അത് കൊടുക്കാമെന്ന് പറയുന്നത്? ഇവൻ്റെയൊക്കെ പേരിൽ നടപടിയെടുക്കണം. ഈ അഭിജിത്ത് ദീപ് കെയുടെ കാര്യം തന്നെ പറയുന്നു. ഇവൻ്റെ പേരിൽ അവൻ്റെ സംസ്ഥാനം എത്രമാത്രം കേസുകളുണ്ട്. ആ കേസുകളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇവനെ പിടിച്ചകത്തിടാത്തത്? അതേപോലെ ഇന്നലെ ഒരുത്തിയുടെ കാര്യം കണ്ടു. എന്തോ ഒരു ഐഷി ഘോഷോ ഒരുത്തി 2021 എന്തോ ലഹളയോ അക്രമമോ സമരമോ നടത്തിയതിൻ്റെ പേരിൽ ഇതുവരെ അവളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് അവൾ SFI നേതാവായിരുന്നു. ഈ പാറ്റകളുടെ കൂടി രാജ്യവിരുദ്ധ സമരത്തിന് മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഉമർ ഖാലിദിനെ തുറന്നു വിടണം, ഈ കാശ്മീരിൻ്റെ 370 പുനഃസ്ഥാപിക്കണം, ഇതുപോലൊക്കെ ഇവളൊക്കെ ചങ്കാണ് ചൈന എന്ന് പറഞ്ഞ് നടക്കുന്നവളുമാരൊക്കെയാണ്. 2024 കേസായിട്ട്, ഈ ഗൗരവമേറിയ കേസായിട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്യാതെ ഇവളെയൊക്കെ സ്വതന്ത്രമായി അഴിച്ചു വിട്ടേക്കുന്നു. ഇന്നലെ അവിടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ഓഫീസായ ഡൽഹിയിലെ AKG ഭവൻ എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഈ കേരളത്തിലെ നിന്നുള്ള ഒരു MP പറയും, നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോവാ, യൂണിഫോം ഇല്ലാതെ അല്ലേ നിങ്ങൾ വന്നേക്കുന്നത്, യൂണിഫോം ഇട്ടുകൊണ്ട് പോവാന്നും പറഞ്ഞ് തിരിച്ചയക്കുന്നു. പോലീസുകാർ തിരിച്ചു. ഇത് എവിടുത്തെ നീതിന്യായമാണ്? അന്നേരം തന്നെ പോയി യൂണിഫോമിൽ, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫോൺ വിളിച്ചിരുന്നാൽ യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരൊന്ന് അവിടെ നിന്ന് തന്നെ പൊക്കിക്കൊണ്ട് പോകേണ്ടതിന് പകരം അവരിറങ്ങിപ്പോയിരിക്കുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ഇതുപോലുള്ളവരെയൊക്കെ ദേശവിരുദ്ധരെയും ഈ രാജ്യത്തിൻ്റെ യശസ് കളയുന്നവരെയും രാജ്യത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് ഈ കേന്ദ്ര സർക്കാർ? ഇവരെയൊക്കെ അപ്പം പിടിച്ചകത്തിടേണ്ടതല്ലേ? ഇവർ കലാപം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അതേ രീതിയിൽ നടപടിയെടുക്കാനാണ്, അടിച്ചമർത്തുകയാണ് വേണ്ടത്. കഴിഞ്ഞ സമരം തന്നെ എന്താണ്? വിദ്യാർത്ഥികളുടെ സമരമാണോ? എങ്ങനെയാണത് വിദ്യാർത്ഥി സമരമാകുന്നത്? അഭിജിത്ത് ദീപ് കെ എന്ത് വിദ്യാർത്ഥിയാണ്? ഈ സൗരവ് ദാസ് എന്ന് പറയുന്നത് എന്ത് വിദ്യാർത്ഥിയാണ്? അവർ പറഞ്ഞ അവിടുത്തെ സമരത്തിൽ ഏത് രീതിയിൽ വിദ്യാർത്ഥികളുടെ കാര്യമാണ് അവർ പറഞ്ഞ്? നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ കാര്യം പറഞ്ഞു. ഇവർ സത്യത്തിൽ എവിടെ സമരം നടത്തേണ്ടത്? ജാർഖണ്ഡിലല്ലേ? ജാർഖണ്ഡിലാണ് ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയുണ്ടായത്. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാർ അതിലെന്തു പിഴച്ചു എന്നുള്ളത് ഈ ഇവന്മാർ എന്തുകൊണ്ട് പറയുന്നില്ല? അതിൻ്റെ പേരും പറഞ്ഞ് അവിടെ സമരം നടത്താതെ ഇവിടെ ഇത് നടത്തി വിദേശത്തുനിന്ന് കോടികൾ കളക്ട് ചെയ്തിട്ട് സെലിബ്രിറ്റീസിനും പൈസയൊക്കെ കൊടുത്ത് അവിടെ കൊണ്ട് തുള്ളിച്ചിട്ട് അതിൻ്റെ കൂടെ പേരിൽ വീണ്ടും ഈ പണം കളക്ട് ചെയ്ത് സമ്പാദിക്കുക, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഖലിസ്ഥാനികൾ വന്നു, ഈ ഉമർ ഖാലിദിനെ അനുകൂലിക്കുന്ന ജിഹാദികൾ വന്ന്, ജമാഅത്തെ ഇസ്ലാമികൾ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇങ്ങനെ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഇവനെയൊക്കെ ഇങ്ങനെ കയറൂരി വിടാനാണോ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം? ഒരിക്കലും അത് നമ്മുടെ രാജ്യത്തിന് യോജിച്ചതല്ല. രാജ്യത്തിന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം വേണം ആദ്യം മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത്. ഇത്തരക്കാരെ ഒരു രീതിയിലും വളരാൻ അനുവദിക്കരുത്. ഇവരിനി ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഇവർ വീണ്ടും കലാപത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് ശക്തമായി അടിച്ചമർത്തുക, അത്രമാത്രമാണ് ചെയ്യേണ്ടതല്ലാതെ ഇവരുടെ താളത്തിനൊത്ത് തുള്ളാൻ പോകരുത്. അതാണ് ഈ നാടിനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ആവശ്യം. ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇതേപോലുള്ള പ്രതിപക്ഷത്തിന് ഇതാവശ്യമാണ്. കാരണം
അവർക്ക് ഈ രാജ്യത്തിൻ്റെ വളർച്ചയല്ല അവരാഗ്രഹിക്കുന്നത്, രാജ്യത്തിൻ്റെ തളർച്ചയാണ്. ഈ രാജ്യത്തിന് തീവ്രവാദികളുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത കക്ഷികളാണ്. നമ്മൾ അജ്മൽ കസബിൻ്റെ കേസായിട്ട് തന്നെ നമുക്കറിയാം. ഈ കോൺഗ്രസും ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മയൊക്കെ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊരു ചിന്ത വരത്തില്ല, രാജ്യത്തിൻ്റെ വളർച്ചയിൽ അഭിമാനിക്കത്തില്ല. അത് തളരുന്നതാണ് അവരുടെ ആഗ്രഹം. അത്തരക്കാരാണ് ഈ പാറ്റ കൂട്ടത്തിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആ വളർച്ചയെ തടയാൻ വേണ്ടി നടക്കുന്ന ഇത്തരക്കാരെ കർശനമായി നേരിടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി പറയട്ടെ, ഇങ്ങനെ ഇതിനെതിരെ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി പുറകെ ഇതേപോലുള്ള അക്രമ സമരങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇയാൾ പറയുന്നു, ഈ അന്ന് തന്നെ അവർ പറഞ്ഞു, ഈ ഇദ്ദേഹമല്ല മന്ത്രിയുടെ പ്രധാൻ മാത്രമല്ല അവർ ലക്ഷ്യമിടുന്നതെന്നാണ് പറഞ്ഞത്. ഇനിയുണ്ടെന്നാണ് പറഞ്ഞത്. പറഞ്ഞു കേൾക്കുന്നു എഥനോളിനെതിരായിട്ട് അടുത്ത ഇനി സമരം ഇവർ ഇതുപോലെ തുടങ്ങാൻ പോകണമെന്ന് പറയുന്നു. പിന്നീട് ഇവർ പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇത് പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇവർ. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുക. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് സഹിക്കുന്നില്ല. നമ്മൾ ഒരു ലോകത്തെ തന്നെ ഒരു പ്രധാന ആയുധ കയറ്റുമതി രാജ്യമായി മാറാൻ പോകുന്നു. അതിലൂടെ രാജ്യത്തിന് വമ്പൻ വരുമാനം ലഭിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ ഐഫോൺ ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര ഭീമന്മാർ അവരുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായിട്ട് ഇന്ത്യയെ നിശ്ചയിച്ചിരിക്കുന്നു. അത് ചൈനയ്ക്ക് ഭീഷണിയായിട്ട് മാറുകയാണ്. ചൈനയിൽ നിന്ന് സാംസങ്, ഐഫോൺ ഉൾപ്പെടെയുള്ള വമ്പന്മാർ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ചൈനയ്ക്ക് ഉണ്ടാകുന്ന ആ ഭീഷണി ഇവർക്ക് സഹിക്കാത്തതുകൊണ്ട് ചൈനയുടെ നിർദ്ദേശപ്രകാരം തന്നെയല്ലേ ഇവരൊക്കെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ നിർമ്മാണ ഹബ്ബായി മാറുന്ന ആ ഒരു സാഹചര്യം ഭാരതത്തിന് നഷ്ടപ്പെടും, ചൈനയിൽ തന്നെ നിലനിൽക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയല്ലേ ഈ സമരത്തിൻ്റെ ഒരു കാരണം ഉള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിച്ചുകൊണ്ട് തന്നെ വേണം അന്വേഷണം നടത്തേണ്ടത്. അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ അന്നത്തെ ആ അജ്മൽ കസബ് കേസ് കെട്ട്, അന്നത്തെ തീവ്രവാദി ആക്രമണം, കോൺഗ്രസിൻ്റെ പങ്ക് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം പാർലമെൻറ്റിൽ മേശപ്പുറത്ത് വെക്കണം. അത് ആഭ്യന്തര രഹസ്യമായിട്ട് കരുതരുത്. അത് സർക്കാർ അങ്ങനെ ഒരു ചട്ടം ഇതൊക്കെ ആഭ്യന്തര രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നുള്ള ചട്ടം മറികടക്കണം, വേണ്ടാന്ന് വെക്കണം. ഇവർ കാണിച്ച് കൂട്ടിയ കോൺഗ്രസും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം മൊത്തം പാർലമെൻറ്റിൻ്റെ മുന്നിൽ വെച്ച് ചർച്ചയാക്കിക്കൊണ്ട് അത് ജനങ്ങളുടെ മുന്നിലെത്തിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അതേപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിയും തയ്യാറാകണം. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഒപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുകയും ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.